ഷെയർ ചെയ്തിട്ടുണ്ട്. ഒരു HTML പേജ് ക്രിയേറ്റ് ചെയ്യാം. സൈൻ അപ്പ് പേജ് എന്ന് കൊടുത്തോളൂ. HTML പേജസ് നെയിം ചെയ്യുമ്പോൾ ഈ സൈൻ അപ്പും ലോഗിൻ ഒക്കെ വരുമ്പോൾ, ലോഗിൻ ഒക്കെ പറയുന്നത് ഒരു ഫംഗ്ഷൻ ആണ്, ബിൽറ്റ് ഇൻ ഫംഗ്ഷൻ. സോ അങ്ങനെ ആ പേജസ് ക്രിയേറ്റ് ചെയ്യുമ്പോൾ ചേഞ്ചസ് കൊടുക്കുക, സൈൻ അപ്പ് പേജ് എന്നല്ലെങ്കിൽ. ഓക്കെ, അണ്ടർസ്കോർ ഉള്ളത് കൊണ്ട് പ്രോബ്ലം ഇല്ല. ഇപ്പൊ ലോഗിൻ ആണെങ്കിലും ഒന്നെങ്കിൽ അണ്ടർസ്കോർ ഒക്കെ പ്രൊവൈഡ് ചെയ്യില്ലെങ്കിൽ ലോഗിൻ പേജ് എന്ന് പ്രോപ്പർ ആയിട്ട് പാസ് ചെയ്യുക. ഓക്കെ, ഫോം ആക്ഷനിൽ ലിങ്ക് റിമൂവ് ചെയ്തോളൂ. ആ ഫോമിലെ ഫീൽഡ്സ് നോക്കിയേ. ഫസ്റ്റ് നെയിം, ലാസ്റ്റ് നെയിം, യൂസർ നെയിം, ഏജ്, പാസ്വേഡ്, കൺഫേം പാസ്വേഡ് ആൻഡ് ഫോൺ നമ്പർ. ഓക്കെ, ഈ ഫോൺ നമ്പർ, ദെൻ ഇമെയിൽ. ഓക്കെ, ഈ ഫോൺ നമ്പറും ഏജും, ഈ രണ്ട് സെക്ഷൻസ് മാത്രമാണ് നമുക്ക് ഓത്ത് യൂസർ എന്ന ടേബിളിൽ സേവ് ചെയ്യാൻ പറ്റാത്തത്. ഓക്കെ, സോ ബാക്കിയുള്ള സെക്ഷൻസ് എല്ലാം നമുക്ക് ഓത്ത് യൂസർ എന്ന ടേബിളിൽ സേവ് ചെയ്യാം. സോ നമുക്ക് മോഡൽസ് ക്രിയേറ്റ് ചെയ്യാം. ഓത്ത് യൂസറിലുള്ള ഫീൽഡ്സിന് നമ്മൾ മോഡൽസ് ക്രിയേറ്റ് ചെയ്യണ്ട. ബാക്കി എക്സ്ട്രാ വരുന്ന ഫീൽഡ്സിനെ മാത്രം ഫോറിൻ കീ യൂസ് ചെയ്ത് കണക്ട് ചെയ്ത് ക്രിയേറ്റ് ചെയ്യാം. അതിന് നമ്മൾ ഓത്ത് യൂസർ എന്ന മൊഡ്യൂളിനെ മോഡൽസിലേക്ക് ഇമ്പോർട്ട് ചെയ്ത് കൊടുക്കണം. ഇമ്പോർട്ട് സ്റ്റേറ്റ്മെന്റ് കൊടുത്തേ. ഫ്രം django.contrib .contrib .auth.models import യൂസർ, ക്യാപിറ്റൽ യു കൊടുക്കുക. ഓത്ത് യൂസർ എന്ന മൊഡ്യൂളിന് ആ ഒരു ടേബിൾ ആണ് യൂസർ എന്ന് നമ്മളിവിടെ കോൾ ചെയ്യുന്നത്. ഓത്ത് യൂസർ എന്ന ടേബിളിനെയാണ് യൂസർ എന്ന് പാസ് ചെയ്യുന്നത്. ഓക്കെ, ഇനി നെക്സ്റ്റ് നമുക്ക് മോഡൽസ് പാസ് ചെയ്ത് കൊടുക്കാം. ഷെയർ ചെയ്തിട്ടുണ്ട്. നമ്മളിവിടെ രജിസ്ട്രേഷൻ എന്നൊരു മോഡൽ ക്രിയേറ്റ് ചെയ്തു. പകുതി ഫീൽഡ്സ് നമ്മൾ ഓത്ത് യൂസർ എന്ന ടേബിളിലാണ് സേവ് ചെയ്യുന്നത്. സോ ഇനി ഇവിടെ ഫോറിൻ കീ ഫീൽഡ് ക്രിയേറ്റ് ചെയ്യണം. ലൈൻ നമ്പർ 6 യൂസർ എന്നൊരു ഫോറിൻ കീ ഫീൽഡാണ് നമ്മളിവിടെ പാസ് ചെയ്തിരിക്കുന്നത്. മോഡൽസ് ഡോട്ട് ഫോറിൻ കീ ബ്രാക്കറ്റ്സിൽ ഏത് ടേബിൾ ആണോ പേരന്റ് ടേബിൾ എന്ന് പറയുന്നത് ആ ടേബിൾ നെയിം പാസ് ചെയ്ത് യൂസർ, കോമ ഓൺ ഡിലീറ്റ്. ഫോറിൻ കീസ് പാസ് ചെയ്യുമ്പോൾ ഓൺ ഡിലീറ്റ് എന്ന ആട്രിബ്യൂട്ട് എപ്പോഴും പാസ് ചെയ്യണം. ഈക്വൽ ടു മോഡൽ ഡോട്ട് കാസ്കേഡ്, കോമ നൾ ഈക്വൽ ടു ട്രൂ. ആ ഒരു ഫീൽഡ് നൾ ഈക്വൽ ടു ട്രൂയിലേക്കും നൾ ആവാനും ഓക്കെയാണ്. സോ നൾ ഈക്വൽ ടു ട്രൂ നമ്മൾ പാസ് ചെയ്ത്. ഈ ഓൺ ഡിലീറ്റ് എന്ന ആട്രിബ്യൂട്ട് നമ്മൾ കൊടുക്കുന്നത്
ആ ഒരു കണക്ഷൻ ഇപ്പോൾ ഈ ഒരു ഫീൽഡ് നമ്മൾ ഡിലീറ്റ് ചെയ്യാണ്. അപ്പോൾ ഒരു വാർണിംഗ് സെക്ഷൻ നമുക്ക് കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഓൺ ഡിലീറ്റ് മോഡൽസ് ഡോട്ട് കാസ്കേഡ് പാസ് ചെയ്യുന്നത്. ഒരു ഫംഗ്ഷൻ ആണത്. ദെൻ ബാക്കിയുള്ള ഫീൽഡ്സ് എന്തൊക്കെയാണ്? ഏജും ഫോൺ നമ്പറും. ഏജ് ഇൻറ്റീജർ ഫീൽഡിൽ, ഫോൺ നമ്പർ ക്യാരക്ടർ ഫീൽഡിൽ മാക്സ് ലെങ്ത് 10 കൊടുത്തു. ഓക്കെ, മോഡൽസ് പാസ് ചെയ്തിരിക്കുന്നത് ക്ലിയർ ആണോ? Yes, ma'am. ഇനി ആ HTML പേജ് ലോഡ് ചെയ്യാനുള്ള URLസും വ്യൂസും കൊടുക്കുക. ഇൻഡന്റേഷൻ കറക്റ്റ് ചെയ്ത് ഔട്ട്പുട്ട് ഒന്ന് ലോഡ് ചെയ്തിട്ടേക്കുക. യെസ്, നമുക്ക് മൈഗ്രേഷൻസും അപ്ലൈ ചെയ്യാം. ജസ്റ്റ് ഇപ്പോൾ ഔട്ട്പുട്ട് ലോഡ് ചെയ്തിട്ടോളൂ, അതിന് ശേഷം നമുക്ക് ഡാറ്റാബേസ് ചെക്ക് ചെയ്യാം. താഴേക്കൊന്ന് സ്ക്രോൾ ചെയ്ത് signup.html ബാക്ക് ടു കോഡ് എടുക്കുക. URLs ഒന്നെടുത്ത് വ്യൂസ് ഇങ്ങോട്ട് ലോഡ് ആയിട്ടില്ലല്ലോ. കളർ ചേഞ്ച് വന്നിട്ടുണ്ടോ സൈനപ്പിന്? ഇല്ല. ഒന്ന് ക്ലോസ് ചെയ്തിട്ട് പ്രൊജക്റ്റ് ഒന്നുകൂടെ ഓപ്പൺ ചെയ്തേ. ക്ലോസ് ഫോൾഡർ കൊടുത്ത് ക്ലോസ് ചെയ്യുക. വീണ്ടും ഒന്നുകൂടി റൺ ചെയ്യുക. റെക്കോർഡിംഗ് സ്റ്റോപ്പ് ആയിട്ടുണ്ടോ എന്ന് ചെക്ക് ചെയ്തേക്കാം.
ഓക്കെ വെയിറ്റ്. ബാക്ക് ടു VS Code ഒന്ന് വന്നേ. ടെംപ്ലേറ്റ്സ് എല്ലാം ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത് പ്രൊജക്റ്റിനുള്ളിലാണല്ലോ. അവിടുന്ന് കട്ട് ചെയ്തേ. ടെംപ്ലേറ്റ്സും സ്റ്റാറ്റിക്കും എല്ലാം അവിടുന്ന് കട്ട് ചെയ്യാം. പ്രോപ്പർ ഫോൾഡറിനുള്ളിലേക്ക് ആക്കിക്കേ. യെസ്. സ്റ്റാറ്റിക്കും. ഓക്കെ. ഇനി റൺ ചെയ്തിട്ട് ഔട്ട്പുട്ട് റിഫ്രഷ് ചെയ്തോളൂ. ഓക്കെ. ഇമേജ് മാത്രമാണ് വന്നിരിക്കുന്നത് ഫോൾഡർ, സ്റ്റാറ്റിക് അല്ല. Ctrl Z അടിച്ച് അവിടെ ക്ലിക്ക് ചെയ്ത് ഫോൾഡർ സെക്ഷനിൽ ക്ലിക്ക് ചെയ്ത് യെസ്, സ്റ്റാറ്റിക്കിൽ ക്ലിക്ക് ചെയ്തേ. ഓക്കെ. ഇനി കട്ട് ചെയ്യാം. സ്റ്റിൽ വന്നിട്ടില്ല. അത് വീണ്ടും ക്രിയേറ്റ് ചെയ്താൽ മതി. അത് ഡിലീറ്റ് ചെയ്തോളൂ സ്റ്റാറ്റിക്. സ്റ്റാറ്റിക് ഇപ്പോഴും അവിടെ തന്നെയുണ്ട്. പിന്നീട് ആഡ് ചെയ്ത് കൊടുക്കാം. ഓക്കെ. പേജ് നമുക്ക് ലോഡ് ആയിട്ടുണ്ട്. ദെൻ മൈഗ്രേഷൻസ് അപ്ലൈ ചെയ്തോളൂ. ലോക്കൽ ഹോസ്റ്റിന്റെ വിൻഡോ എടുക്കാം. ഓപ്പൺ ചെയ്തോളൂ. OAuth രജിസ്ട്രേഷൻ. ഇതിൽ 3 ഫീൽഡ്സ് ആണ് വന്നിരിക്കുന്നത് അല്ലേ. ഏജ്, ഫോൺ നമ്പർ. നമ്മൾ ഫോറിൻ കീ ആയിട്ട് ക്രിയേറ്റ് ചെയ്യുന്നത് യൂസർ എന്ന ഫീൽഡ് ആയിരുന്നു. അതിവിടെ യൂസർ ID എന്നാണ് പാസ്സായി കിടക്കുന്നത്. ആ ഓത്ത് യൂസർ എന്ന ടേബിളിലെ ID ആണ് നമ്മൾ ഇവിടെ ഫോറിൻ കീ ആയിട്ട് യൂസ് ചെയ്യുന്നത്. ഓത്ത് യൂസർ എന്ന ടേബിൾ ഒന്ന് ലോഡ് ചെയ്തേ. ഈ ഫീൽഡിൽ സേവ് ആവുന്ന ID, പ്രൈമറി കീ ഫീൽഡ് ആയിട്ടുള്ള IDയിലെ വാല്യൂ ആണ് ഓത്ത് യൂസർ എന്ന ടേബിളിൽ സേവ് ആവുന്നത് ഫോറിൻ കീ ആയിട്ട്. ഓക്കെ. ഫസ്റ്റ് ഓഫ് ഓൾ നമുക്ക് ഈ ഓത്ത് യൂസർ എന്ന ടേബിളിലേക്ക് ഒരു റെക്കോർഡ് ഇൻസേർട്ട് ചെയ്ത് നോക്കാം. നമുക്ക് അഡ്മിൻ സെക്ഷൻ ക്രിയേറ്റ് ചെയ്യാം. അഡ്മിൻ സെക്ഷൻ ക്രിയേറ്റ് ചെയ്യുന്നത് സൂപ്പർ യൂസർ വെച്ചിട്ടാണ്. ഓക്കെ. VS Code എടുത്തേ. കമാൻഡ് റൺ ചെയ്യാം. py manage.py ക്രിയേറ്റ് സൂപ്പർ യൂസർ. ഒറ്റ വേർഡാണ്. ഒറ്റ വേർഡാണ്. എൻ്റർ അടിച്ചോളൂ. py manage.py ക്രിയേറ്റ് സൂപ്പർ യൂസർ. ഈ കമാൻഡ് വെച്ചിട്ടാണ് നമ്മൾ സൂപ്പർ യൂസർ, അതായത് അഡ്മിൻ സെക്ഷൻസ് ക്രിയേറ്റ് ചെയ്യാം. ഓക്കെ. ഇനി നമുക്ക് ഇവിടെ യൂസർ നെയിം പ്രൊവൈഡ് ചെയ്യാം. ജസ്റ്റ് അഡ്മിൻ എന്ന് കൊടുത്തോളൂ. എന്ത് നെയിം വേണമെങ്കിലും നമുക്ക് കൊടുക്കാം. ജസ്റ്റ് ഒന്ന്
ഓർത്തിരിക്കാനായിട്ടാണ് സിമ്പിൾ ആയിട്ടുള്ളൊരു സെക്ഷൻ നമ്മൾ കൊടുത്തത്. എൻ്റർ അടിക്കുക. ഇവിടെ ഇമെയിൽ അഡ്രസ്സ് വേണമെങ്കിൽ നമുക്ക് പ്രൊവൈഡ് ചെയ്യാം. ഇപ്പോൾ പാസ് ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിൽ ജസ്റ്റ് എൻ്റർ അടിച്ചാൽ മതി. ബ്ലാങ്ക് ആയിട്ട് ലീവ് ചെയ്യാം. ഓക്കെ. നെക്സ്റ്റ് ഇവിടെ ഇനി പാസ്വേഡ് ഫീൽഡ്. ഈ പാസ്വേഡ് ഫീൽഡിൽ നമ്മൾ ടൈപ്പ് ചെയ്യുമ്പോൾ കർസർ അവിടെ മൂവ് ചെയ്യില്ല, ബട്ട് ടൈപ്പ് ആവുന്നുണ്ടാവും. ജസ്റ്റ് അഡ്മിൻ 123 എന്ന് കൊടുക്കുക. എന്നിട്ട് എൻ്റർ അടിക്കാം. അഗെയിൻ പാസ്വേഡ് കൊടുക്കുക. കോമൺ പാസ്വേഡ് വാലിഡേഷൻ ആണ് വന്നിരിക്കുന്നത്. അവിടെ വൈ കൊടുത്തോളൂ. ഓക്കെ. ഇനി ഔട്ട്പുട്ട് ഒന്ന് എടുത്തേ. ഈ ടേബിൾ ഇനി ഒന്ന് റീഫ്രഷ് ചെയ്യാം. ദാ അഡ്മിൻ റെക്കോർഡ് ടേബിളിലേക്ക് സേവ് ആയിട്ടുണ്ട്. പാസ്വേഡ് എൻക്രിപ്റ്റഡ് ആയിട്ടാണ് സേവ് ആവുന്നത് ടേബിളിലേക്ക്. ഐ ഡിയിൽ 1 വന്നു, പാസ്വേഡ് എൻക്രിപ്റ്റഡ് പാസ്വേഡ് സേവ് ആയിട്ടുണ്ട്. അതിനുശേഷം നോക്കിയേ, ഈ സൂപ്പർ യൂസർ എന്ന ഫീൽഡ് കണ്ടോ? റൈറ്റിലേക്ക് ഒന്ന് സ്ക്രോൾ ചെയ്ത് ഈ സൂപ്പർ യൂസറും ഈ സ്റ്റാഫ് എന്നൊരു ഫീൽഡ് കൂടെ ഉണ്ട്. താഴെ സ്ക്രോൾ ബാറിൽ ഈ സൂപ്പർ യൂസർ ആൻഡ് ഈ സ്റ്റാഫ്, ഈ രണ്ട് കോളത്തിലും 1 എന്ന വാല്യൂ സേവ് ആവുന്നത് സൂപ്പർ യൂസർ വഴി നമ്മൾ ഒരു യൂസറിനെ ക്രിയേറ്റ് ചെയ്യുമ്പോൾ മാത്രമാണ്. അഡ്മിനെ ഡിഫറൻഷിയേറ്റ് ചെയ്യാൻ ഈ ഒരു കോളം ആണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. അഡ്മിനെയും സൈനപ്പ് ചെയ്ത് കയറുന്ന നോർമൽ യൂസർ സൈനപ്പ് ചെയ്ത് ഈ ടേബിളിലേക്ക് വാല്യൂസ് വരുമ്പോൾ ഈ സൂപ്പർ യൂസർ ഈ സ്റ്റാഫ് ഫീൽഡ്സ് എപ്പോഴും 0 ആയിരിക്കും. സൂപ്പർ യൂസർ വഴി ക്രിയേറ്റ് ചെയ്യുമ്പോൾ മാത്രമാണ് ഈ രണ്ടിലും 1 വരുന്നത്. പിന്നെ യൂസർ നെയിം അഡ്മിൻ എന്ന് പാസ് ആയിട്ടുണ്ട്. അതുപോലെ തന്നെ ഡേറ്റ് ജോയിൻഡ്, അതും ഓട്ടോമാറ്റിക്കലി പ്രോപ്പർ ടൈം ഫെച്ച് ആയി ആ കോളത്തിലേക്ക് ഇൻസേർട്ട് ആയിട്ടുണ്ട്. സൂപ്പർ യൂസറിനെ ക്രിയേറ്റ് ചെയ്യുന്നത് ക്ലിയർ അല്ലേ? ഓക്കെ. ഇനി നെക്സ്റ്റ് നമുക്ക് സൈനപ്പ് ചെയ്ത് ഒരു യൂസറിനെ സൈനപ്പ് ചെയ്യാം. സോ അതിന് signup.html ഫോം ആക്ഷനിൽ ലിങ്ക് കൊടുക്കാം. ഫോം ആക്ഷൻ ലൈൻ നമ്പർ 12. കൺട്രോൾ Z അടിച്ച് നോക്കി. ആഡ് ഡീറ്റെയിൽസ് എന്തോ അല്ലേ കൊടുത്തിരുന്നത്? ലിങ്ക് കൊടുത്തോളൂ. %URL add details. URLs പ്രൊവൈഡ് ചെയ്യാം. ഓക്കെ. ദെൻ വ്യൂസ് ഞാൻ ഷെയർ ചെയ്തിട്ടുണ്ട്.
ഓക്കെ. ഇതുവരെ നമ്മൾ എടുത്ത സെക്ഷൻസ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കി. ഒരു 2 മിനിറ്റ്സ് ഇപ്പോ കണ്ടിന്യൂ ചെയ്യാം. ആഡ് ഡീറ്റെയിൽസ് എന്ന ലിങ്കിൽ റിക്വസ്റ്റ് ഡോട്ട് മെത്തേഡ് ഈക്വൽ ടു പോസ്റ്റ് നമ്മൾ ഫോമിലുള്ള ഓരോ ഫീൽഡ്സും ഓരോ വേരിയബിൾസിലേക്ക് ലോഡ് ചെയ്ത് വെച്ചു. ഫസ്റ്റ് നെയിം, ലാസ്റ്റ് നെയിം, യൂസർ നെയിം, ഏജ്, പാസ്വേഡ്, കൺഫേം പാസ്വേഡ്, ഫോൺ നമ്പർ ആൻഡ് ഇമെയിൽ. ഈ എല്ലാ ഫീൽഡ്സും ലോഡ് ചെയ്ത് വെച്ചു ഓരോ വേരിയബിൾസിലേക്ക്. ഇനി ഫസ്റ്റ് ഓഫ് ഓൾ നമുക്ക് ചെക്ക് ചെയ്യേണ്ടത് നമ്മളിപ്പോൾ കറന്റ് ഫോമിൽ ഫില്ല് ചെയ്തിരിക്കുന്ന പാസ്വേഡ് ഫീൽഡും കൺഫേം പാസ്വേഡ് ഫീൽഡും സെയിം ആണോ എന്നാണ്. അത് സെയിം ആണെങ്കിൽ നെക്സ്റ്റ് നമുക്ക് കണ്ടിന്യൂ ചെയ്യാം. ഓക്കെ. PWD ആൻഡ് CPWD എന്ന വേരിയബിൾസിലേക്കാണ് പാസ്വേഡും കൺഫേം പാസ്വേഡും ലോഡ് ചെയ്ത് വെച്ചിരിക്കുന്നത് 13th ആൻഡ് 14th ലൈൻ. സോ ഇനി അടുത്തത്, അപ്പോ 17th ലൈനിലെ കണ്ടീഷൻ നോക്കുക. ഇഫ് പാസ്വേഡ് ഈക്വൽ ടു കൺഫേം പാസ്വേഡ് കോളൻ. അത് സെയിം ആണെങ്കിൽ മാത്രം നെക്സ്റ്റ് കണ്ടീഷനിലേക്ക് നമുക്ക് മൂവ് ഓൺ ചെയ്യാം. ഓക്കെ. അതിന് അടുത്ത കണ്ടീഷൻ നോക്കിയേ. നമ്മൾ ഇവിടെ ചെക്ക് ചെയ്യുന്നത് ഈ യൂസർ, ഇപ്പൊ കറന്റ് നമ്മൾ ഫില്ല് ചെയ്ത ഫീൽഡിലെ യൂസർ നെയിം ഓൾറെഡി ടേബിളിൽ എക്സിസ്റ്റ് ചെയ്യുന്നുണ്ടോ എന്ന് ചെക്ക് ചെയ്യാണ്. എക്സിസ്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ ഇങ്ങനെ ഒരു ഈ സെയിം യൂസർ നെയിമിൽ നമുക്കൊരു യൂസറിനെ ക്രിയേറ്റ് ചെയ്യാൻ പറ്റരുത്. ആ ഒരു വാലിഡേഷൻ ആണ് ലൈൻ നമ്പർ 18 കൊടുത്തിരിക്കുന്നത്. ഇഫ് യൂസർ ഡോട്ട് യൂസർ എന്ന് പറയുന്നത് ഓത്ത് യൂസർ എന്ന ടേബിൾ ആണ്. ഓത്ത് യൂസറിലെ ഇങ്ങനെ ഒരു യൂസർ നെയിം എക്സിസ്റ്റ് ചെയ്യുന്നുണ്ടോ എന്നാണ് നമ്മൾ ചെക്ക് ചെയ്യുന്നത്. യൂസർ ഡോട്ട് ഒബ്ജക്ട്സ് ഡോട്ട് ഫിൽറ്റർ ബ്രാക്കറ്റ്സിൽ ഈ യൂസർ നെയിം എന്ന് പറയുന്നത് ഓത്ത് ടേബിളിലെ കോളം നെയിം ആണ്. ഈക്വൽ ടു യു നെയിം. യു നെയിം 11th ലൈനിൽ നമ്മൾ ലോഡ് ചെയ്ത് കൊടുത്തിരിക്കുന്നത്. ഡോട്ട് എക്സിസ്റ്റ്, എക്സിസ്റ്റ് ചെയ്യുന്നുണ്ടോ, എക്സിസ്റ്റ് ഫംഗ്ഷൻ യൂസ് ചെയ്തിട്ടാണ് നമ്മൾ ഇവിടെ വാലിഡേറ്റ് ചെയ്യുന്നത്. ഇങ്ങനെ ഒരു യൂസർ നെയിം എക്സിസ്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം, നമുക്ക് ആ ഒരു ഫോമില് ആ പേജിൽ തന്നെ യൂസർ നെയിം ഓൾറെഡി എക്സിസ്റ്റ് എന്നൊരു മെസ്സേജ് ഡിസ്പ്ലേ ചെയ്യിക്കണം. ഓക്കെ. ദെൻ റിട്ടേൺ റീഡയറക്റ്റില് സൈനപ്പ് എന്ന് കൊടുത്തോളൂ. ഫംഗ്ഷൻ നെയിം കൊടുക്കണ്ട, സൈനപ്പ് എന്ന് കൊടുക്കുക. ഓക്കെ. ഇവിടെ ഓത്ത് യൂസർ എന്ന യൂസർ മൊഡ്യൂളും അതുപോലെ മെസ്സേജസും ഇമ്പോർട്ട് ചെയ്ത് കൊടുക്കുക. ടോപ്പിൽ ഇമ്പോർട്ട് സ്റ്റേറ്റ്മെന്റ് പാസ് ചെയ്തേ. മോഡൽസിൽ നമ്മൾ കൊടുത്ത അതേ സ്റ്റേറ്റ്മെന്റ് ആണ് യൂസറിന്റെ കേസിൽ വരിക. ഫ്രം ജാങ്കോ ഡോട്ട് കോൺട്രിബ് ഡോട്ട് ഔട്ട് ഡോട്ട് മോഡൽസ് ഡോട്ട് ഔട്ട് ഡോട്ട് മോഡൽസ്. സ്പേസ് വേണ്ട. ഓത്ത് ഡോട്ട് മോഡൽസ് ഇമ്പോർട്ട് യൂസർ. ഓക്കെ. ഇനി മെസ്സേജസ് എന്ന മൊഡ്യൂൾ കൂടി ഇമ്പോർട്ട് ചെയ്ത് കൊടുക്കാം. ഫ്രം ജാങ്കോ ഡോട്ട് കോൺട്രിബ് import messages. ഓക്കെ. ഇനി ആ മെസ്സേജ് ഒന്ന് നോക്കിയേ. ലൈൻ നമ്പർ 21 മെസ്സേജസ് ഡോട്ട് ഇൻഫോയിലാണ് നമ്മൾ പാസ് ചെയ്തിരിക്കുന്നത്. ബ്രാക്കറ്റ്സിൽ റിക്വസ്റ്റ് കോമ അതിനുശേഷം എന്ത് മെസ്സേജ് ആണോ നമുക്ക് അവിടെ ഡിസ്പ്ലേ ചെയ്യിക്കേണ്ടത് അതാണ് അവിടെ കൊടുത്തിരിക്കുന്നത്. യൂസർ നെയിം ഓൾറെഡി എക്സിസ്റ്റ്. റിട്ടേൺ റീഡയറക്ട് ചെയ്ത് സൈനപ്പ് പേജിൽ നമുക്ക് ഈ മെസ്സേജ് ആ സൈനപ്പ് പേജിൽ ഡിസ്പ്ലേ ചെയ്യിക്കാൻ ഒരു ലൂപ്പ് കൊടുക്കാം. ലൂപ്പിലിട്ട് വേണം നമുക്ക് ആ ഒരു മെസ്സേജ്, ഏത് മെസ്സേജ് ഉണ്ടെങ്കിലും നമുക്ക് ആ സെയിം ലൂപ്പ് ത്രൂ ഡിസ്പ്ലേ ചെയ്യിക്കണം. HTML പേജ് എടുത്തോളൂ. ഷെയർ ചെയ്തിട്ടുണ്ട്. ഏറ്റവും താഴേക്ക്
നമുക്കല്ലെങ്കിൽ ടോപ്പ് സെക്ഷനിലേക്ക് ഡിസ്പ്ലേ ചെയ്യിക്കാം. അതിൽ ആ ലൂപ്പ് മാത്രം ഒന്ന് കോപ്പി ചെയ്തേ. ആ ലിങ്ക് കോപ്പി ചെയ്യണമെന്നില്ല. യെസ്. ഓക്കെ. ടോപ്പിലേക്ക് ഡിസ്പ്ലേ ചെയ്യിച്ചോളൂ. രജിസ്ട്രേഷന് മുന്നേ കാർഡിനുള്ളിൽ. യെസ്. കൊടുത്തോളൂ. പി ടാഗ് ക്ലോസ് ചെയ്ത് കൊടുക്കുക. ക്ലോസിങ് നമ്മൾ സെലക്ട് ചെയ്തിട്ടില്ലല്ലോ. ഓക്കെ. ദാ ഫോർ MSG. MSG എന്ന് പറയുന്നത് ആ ഒരു ഐട്രേഷൻ നമ്മൾ നോർമലി ഫോർ ലൂപ്പിൽ പാസ് ചെയ്യുന്നത്. അതിവിടെ ഒരു M എന്നാണെങ്കിൽ നമുക്ക് കൊടുക്കാം. ഇൻ മെസ്സേജസ്. ഫോർ MSG ഇൻ മെസ്സേജസ്. മെസ്സേജസ് നമ്മൾ അവിടെ കൊടുത്തിരിക്കുന്ന ആ സെയിം വാല്യൂ തന്നെയാണ്. ദെൻ ഒരു ഡിവിനുള്ളിലേക്ക് നമുക്ക് ഈ ലൂപ്പിൽ ഏത് മെസ്സേജ് ആണോ പാസ് ചെയ്ത് കിട്ടിയിരിക്കുന്നത് അതവിടെ MSG എന്നാണ് ഐട്രേഷൻ നമ്മൾ പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. സോ ഡബിൾ കർലി ബ്രേസസിനുള്ളിൽ MSG എന്ന് പാസ് ചെയ്തു. സോ ഏത് വ്യൂസിലെ ഏത് റിട്ടേൺ സ്റ്റേറ്റ്മെന്റ് ആണോ വർക്ക് ചെയ്യുന്നത് അതിനനുസരിച്ച് നമുക്ക് ഈ ലൂപ്പിലേക്ക് അവിടെ പ്രൊവൈഡ് ചെയ്തിരിക്കുന്ന മെസ്സേജസ് ഡിസ്പ്ലേ ചെയ്യിക്കും. ഓക്കെ. നമുക്ക് ബാക്കി വ്യൂ സെക്ഷൻ നോക്കാം. അതിനുശേഷം ഓരോ മെസ്സേജസും ഡിസ്പ്ലേ ചെയ്യിച്ച് നോക്കാം. ഓക്കെ. ഇനി യൂസർ നെയിം എക്സിസ്റ്റ് ചെയ്യുന്നുണ്ടോ ഇല്ലേ ആ ഒരു കണ്ടീഷൻ നമ്മൾ ചെക്ക് ചെയ്തു. എക്സിസ്റ്റ് ചെയ്യുന്നുണ്ടെങ്കിലാണ് ആ എറർ മെസ്സേജ് നമുക്ക് അവിടെ ഡിസ്പ്ലേ ചെയ്യിക്കേണ്ടത്. ഇനി ആ ഇഫിന്റെ എൽസ് പാർട്ട് നോക്കിക്കേ. അങ്ങനെ ഒരു യൂസർ നെയിം എക്സിസ്റ്റ് ചെയ്യുന്നില്ല. ലൈൻ നമ്പർ 23 എക്സിസ്റ്റ് ചെയ്യുന്നില്ലെങ്കിൽ നമുക്ക് ആ യൂസറിനെ ക്രിയേറ്റ് ചെയ്യാം. ഓക്കെ. ലൈൻ നമ്പർ 24 നോക്കിയേ. ഒരു വേരിയബിളിലേക്ക് നമ്മളിപ്പോ നോർമലി മോഡൽസിലേക്ക് സേവ് ചെയ്യുന്ന പോലെ അല്ല ഓത്ത് ടേബിളിലേക്ക് നമ്മൾ സേവ് ചെയ്യുന്നത്. ഓത്ത് ടേബിളിൽ വാല്യൂസ് ഇൻസേർട്ട് ചെയ്ത് കൊടുക്കുമ്പോൾ ക്രിയേറ്റ് യൂസർ എന്ന ഫംഗ്ഷൻ തന്നെ യൂസ് ചെയ്യണം. ലൈൻ നമ്പർ 24 യൂസർ ഈക്വൽ ടു ജസ്റ്റ് ഒരു വേരിയബിൾ യൂസർ ലോഡ് ചെയ്ത് കൊടുത്തു ഈക്വൽ ടു യൂസർ എന്ന ടേബിൾ ഓത്ത് യൂസർ ഡോട്ട് ഒബ്ജക്ട്സ് ഡോട്ട് ക്രിയേറ്റ് യൂസർ എന്ന ഫംഗ്ഷൻ തന്നെ യൂസ് ചെയ്യുക. ദെൻ ബ്രാക്കറ്റ്സിൽ ആ ഒരു ഓത്ത് യൂസർ എന്ന ടേബിളിലെ ഓരോ ഫീൽഡ്സും ആണ് നമ്മൾ അവിടെ പാസ് ചെയ്ത് കൊടുത്തിരിക്കുന്നത്. ഫസ്റ്റ് നെയിം ലാസ്റ്റ് നെയിം ഇത് അണ്ടർസ്കോർ ഇട്ട് സെപ്പറേറ്റ് ചെയ്ത് തന്നെയാണ് മോഡൽസിൽ അവിടെ ഉള്ളത്. ടേബിൾ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കിക്കേ. ഇവിടെ അല്ല, ടേബിൾസ് ലോക്കൽ ഹോസ്റ്റ്. ഓക്കെ, ഇത് ലോഡ് ആവട്ടെ, നമുക്ക് ബാക്കി ചെക്ക് ചെയ്ത് വന്നിട്ട് നോക്കാം. വ്യൂസ്. ദെൻ ഫസ്റ്റ് നെയിം ലാസ്റ്റ് നെയിം യൂസർ നെയിം പാസ്വേഡ്. പാസ്വേഡിലേക്ക് ഏതെങ്കിലും ഒരു സെക്ഷൻ പാസ്വേഡിലുള്ളതോ കൺഫേം പാസ്വേഡിലുള്ളതോ ഏതെങ്കിലും ഒരു വാല്യൂ പാസ് ചെയ്യാം. ദെൻ ഇമെയിൽ. ഇത്രയും ഫീൽഡ്സ് ആണ് നമുക്ക് ഓത്ത് യൂസർ എന്ന ടേബിളിലേക്ക് സേവ് ചെയ്യാനുള്ളത്. അതെല്ലാം നമ്മൾ പാസ് ചെയ്ത് കൊടുത്തു. ആ യൂസറിനെ സേവ് ചെയ്തു. ലൈൻ നമ്പർ 25 ആ യൂസറിനെ നമ്മൾ സേവ് ചെയ്തു. ഇനി നെക്സ്റ്റ് ഇനി ഉള്ളത് എന്തൊക്കെയാണ്? ഏജും ഫോൺ നമ്പർ ഈ രണ്ട് ഫീൽഡ്സ് കൂടി കിടപ്പുണ്ട് ബാക്കി. ഈ രണ്ട് ഫീൽഡ്സും നമ്മൾ രജിസ്ട്രേഷൻ എന്ന ആ മോഡലിലേക്കാണ് നമ്മൾ ക്രിയേറ്റ് ചെയ്ത മോഡലിലേക്കാണ് സേവ് ചെയ്യേണ്ടത്. മോഡൽ നമ്മൾ ഇമ്പോർട്ട് ചെയ്തിട്ടില്ലല്ലോ. ഫ്രം ഡോട്ട് മോഡൽസ് ഇമ്പോർട്ട് രജിസ്ട്രേഷൻ. ഓക്കെ. ഇനി ഈ രജിസ്ട്രേഷൻ എന്ന ടേബിളിൽ യൂസർ എന്നൊരു ഫോറിൻ കീ ഫീൽഡ് ഉണ്ട്.
ആ ഫോറിൻ കീ ഫീൽഡിലേക്ക് നമ്മൾ മുന്നേ ഓത്ത് ടേബിളിലേക്ക് സേവ് ചെയ്തിട്ടില്ലേ, ആ ഫീൽഡിന്റെ ഐ ഡി, പ്രൈമറി കീ ആയിട്ടുള്ള ഐ ഡി ഫീൽഡാണ് നമുക്ക് സേവ് ചെയ്യേണ്ടത്. സോ ആദ്യം നമ്മൾ ഒരു വേരിയബിളിലേക്ക്, ലൈൻ നമ്പർ 27, യു എന്നൊരു വേരിയബിളിലേക്ക് യൂസർ ഡോട്ട് ഒബ്ജക്ട്സ് ഡോട്ട് ഗെറ്റ് ഐ ഡി, ആ യൂസറിന്റെ ഐ ഡി ഗെറ്റ് ചെയ്തെടുക്കണം. ഐ ഡി ഈക്വൽ ടു മുന്നേ നമ്മൾ ക്രിയേറ്റ് ചെയ്ത യൂസർ ഡോട്ട് ഐ ഡി പാസ് ചെയ്ത് കൊടുത്തു. ഓക്കെ, ഫോറിൻ കീ ഫീൽഡ്സിലേക്ക് നമ്മൾ എപ്പോൾ വാല്യൂസ് സേവ് ചെയ്യുമ്പോഴും പ്രോപ്പറായിട്ട് മറ്റേ ടേബിളിന്റെ ഐ ഡി തന്നെ കൊടുക്കണം. പ്രൈമറി കീ ഫീൽഡ് തന്നെ ആയിരിക്കണം പാസ് ചെയ്യേണ്ടത്. സോ അതാണ് ഇവിടെ ഐ ഡി ഈക്വൽ ടു യൂസർ, മുന്നേ 25th ലൈനിൽ നമ്മൾ ലോഡ് ചെയ്ത് വെച്ചിരിക്കുന്ന ആ യൂസർ ഡോട്ട് ഐ ഡി, ആ യൂസറിന്റെ ഐ ഡി. ഇതുവരെ ക്ലിയർ ആണോ? എന്തെങ്കിലും ഡൗട്ട്സ് വന്നിട്ടുണ്ടോ? എല്ലാവരും റെസ്പോണ്ട് ചെയ്യാം. ക്ലിയർ ആണ് മാം. ഓക്കെ, ലോക്കൽ ഹോസ്റ്റിന്റെ വിൻഡോ ലോഡ് ആയിട്ടുണ്ടല്ലേ. ഇതിലെ ഫീൽഡ്സ് നോക്കിക്കേ. ഫസ്റ്റ് നെയിം, ലാസ്റ്റ് നെയിം, കോളം നെയിംസ് കണ്ടോ? ഫസ്റ്റ് നെയിം, ലാസ്റ്റ് നെയിം, ഇത് അണ്ടർസ്കോർ ഇട്ട് സെപ്പറേറ്റ് ചെയ്തിട്ടാണുള്ളത്. യൂസർ നെയിമിന് അണ്ടർസ്കോർ സെപ്പറേഷൻ ഇല്ല. ഈ ഓരോ കോളം നെയിംസ് ആണ് നമ്മൾ അവിടെ വാല്യൂ പാസ് ചെയ്യാൻ യൂസ് ചെയ്യുന്നത്. അത് നോർമലി മറ്റു ടേബിളിലും യൂസ് ചെയ്യുന്നതൊക്കെ തന്നെയാണ്. ബട്ട് ഓത്ത് യൂസർ എന്ന ടേബിളിൽ നമുക്ക് മോഡൽസിൽ വ്യൂ ചെയ്യിക്കാൻ പറ്റില്ലല്ലോ, അതുകൊണ്ട് ജസ്റ്റ് ഒന്ന് നോക്കാൻ പറഞ്ഞതാണ്. ഓക്കെ, ദെൻ ലൈൻ നമ്പർ 28, REG എന്നൊരു വേരിയബിളിലേക്കാണ് ആ രജിസ്ട്രേഷൻ. ഈ രജിസ്ട്രേഷൻ എന്ന ടേബിളിൽ നമ്മൾ മുന്നേ യൂസ് ചെയ്ത് മോഡലായിട്ടല്ലേ ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഡയറക്റ്റ് രജിസ്ട്രേഷൻ എന്ന ആ ഒരു ടേബിൾ നെയിം, മോഡൽ നെയിം കോൾ ചെയ്ത് ബ്രാക്കറ്റ്സിൽ ഏജ്, ഫോൺ നമ്പർ, യൂസർ, ഈ 3 ഫീൽഡ്സ് ആണ് ആ ഒരു ടേബിളിലുള്ളത്. യൂസർ പാസ് ചെയ്തു. യൂസർ ഫീൽഡിലേക്ക് നോക്കിക്കേ, നമ്മൾ ഐ ഡി ഗെറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള യു എന്ന ആ ഒരു വേരിയബിൾ ആണ് ലോഡ് ചെയ്ത് കൊടുത്തിരിക്കുന്നത് യൂസറിലേക്ക്. ദെൻ സേവ് ചെയ്തു, രജിസ്ട്രേഷൻ എന്ന സെക്ഷനും സേവ് ചെയ്തു. റിട്ടേൺ റീഡയറക്റ്റ്, ഇവിടെ സ്ലാഷ് നമ്മൾ പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത് സെയിം പേജിൽ തന്നെ റീഡയറക്റ്റ് ചെയ്ത് നിൽക്കാൻ സ്ലാഷും പ്രൊവൈഡ് ചെയ്യാറുണ്ട്. ഒന്നെങ്കിൽ സ്ലാഷ് കൊടുക്കുക, ഇല്ലെങ്കിൽ ആ സൈനപ്പ് എന്ന് തന്നെ കൊടുക്കുക. ഓക്കെ, അങ്ങനെ യൂസറിനെ നമ്മളിപ്പോൾ സേവ് ചെയ്തു. എന്തൊക്കെയാണ് ഇതുവരെ ചെക്ക് ചെയ്തത്? പാസ്വേഡ്, കൺഫേം പാസ്വേഡ് കറക്റ്റ് ആണെങ്കിൽ അടുത്ത കണ്ടീഷൻ ചെക്ക് ചെയ്തു, യൂസർ നെയിം എക്സിസ്റ്റ് ചെയ്യുന്നുണ്ടോ എന്ന്. എക്സിസ്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ എറർ മെസ്സേജ്, യൂസർ നെയിം ഓൾറെഡി എക്സിസ്റ്റ്. ഇല്ല എന്നുണ്ടെങ്കിൽ ആ ഒരു യൂസറിനെ നമുക്ക് ക്രിയേറ്റ് ചെയ്യണം. ഇനി എന്താ, ഏറ്റവും ആദ്യം നമ്മൾ കൊടുത്ത കണ്ടീഷൻ എന്തായിരുന്നു? പാസ്വേഡും കൺഫേം പാസ്വേഡും സെയിം ആണെങ്കിൽ. അല്ല എന്നുണ്ടെങ്കിൽ ആ ഇഫിന്റെ എൽസ് പാർട്ട് നോക്കിക്കേ, ലൈൻ നമ്പർ 31 കൊടുത്തിരിക്കുന്നത്. 20th ഇഫിന്റെ എൽസ് പാർട്ട്, പാസ്വേഡും കൺഫേം പാസ്വേഡും മാച്ചിങ് അല്ല എന്നുണ്ടെങ്കിൽ മെസ്സേജസിൽ ഇൻകറക്റ്റ് പാസ്വേഡ്, അല്ലെങ്കിൽ അവിടെ പാസ്വേഡ് കൺഫേം ഫീൽഡ്സ് ഡസൻറ്റ് മാച്ച് എന്ന് കൊടുക്കാം. ഓക്കെ, അത് മെസ്സേജ് ഒന്ന് ചേഞ്ച് ചെയ്തോളൂ. പാസ്വേഡ് ഡസൻറ്റ് മാച്ച് എന്ന് കൊടുക്കുക. ഓക്കെ, ഇനി നമുക്ക് ഔട്ട്പുട്ട് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ഓരോ സെക്ഷൻസിന്റെയും റൺ ചെയ്തേ. ഒരു യൂസറിനെ ക്രിയേറ്റ് ചെയ്യാം.
റാൻഡമായിട്ട് എന്തെങ്കിലും കൊടുത്തോളൂ. യൂസർ നെയിമിൽ കൊടുക്കുന്ന ഫീൽഡ്സ് ഒക്കെ ഒന്ന് ശ്രദ്ധിച്ചാൽ മതി. ലാസ്റ്റ് നെയിം യൂസർ 1 എന്ന് തന്നെ കൊടുത്തോളൂ. ബാക്ക് സ്പേസ് അടിച്ച് കളഞ്ഞ് യൂസർ നെയിം 1 എന്ന് കൊടുക്കുക. ഇല്ലെങ്കിൽ എന്തെങ്കിലും ഒരു പ്രോപ്പർ നെയിം ഉണ്ണിമായ നെയിം കൊടുത്തോളൂ. ഏതെങ്കിലും ഒരു നെയിം അവിടെ പ്രൊവൈഡ് ചെയ്യാം. ഓക്കെ. H പ്രോപ്പർ പാസ്വേഡ് കൊടുത്തോളൂ. ഫസ്റ്റ് നമുക്കൊരു യൂസറിനെ പ്രോപ്പർലി ക്രിയേറ്റ് ചെയ്യാം. ഒരു 6 ഡിജിറ്റ് 1 2 3 4 5 6 എന്ന് കൊടുക്കുക. സെലക്ട് ചെയ്ത് കൊടുത്തോളൂ. ഓക്കെ, രജിസ്റ്റർ ചെയ്യുക. റീഫ്രഷ് ചെയ്തേ, ഇത് തന്നെ. ഇതാ നോക്കിയേ, ID 2 പ്രൈമറി കീ ഫീൽഡ് 2 സേവ് ആയിട്ടുണ്ട്. പാസ്വേഡ് എൻക്രിപ്റ്റഡ് ആയിട്ടാണ് സേവ് ആയിരിക്കുന്നത്. ദാ യൂസർ നെയിമിൽ രേഷ്മ എന്ന ഫീൽഡ്, ഫസ്റ്റ് നെയിം ലാസ്റ്റ് നെയിമിൽ നമ്മൾ പാസ് ചെയ്ത യൂസർ നെയിം, ദെൻ ഇമെയിൽ. ഇവിടെ നോക്കിയേ, ഈ സൂപ്പർ യൂസർ ഈ സ്റ്റാഫ് എന്ന ഫീൽഡ്സ് കണ്ടോ? സൈൻ അപ്പ് ചെയ്ത് കയറുമ്പോൾ വാല്യൂ അവിടെ 0 ആണ് സേവ് ആവുന്നത്. ആക്റ്റീവ് യൂസർ ആണ്, അത് ഈസ് ആക്റ്റീവിൽ, അത് നോർമലി ആ ഒരു സെക്ഷൻ എടുക്കാറില്ല. ദെൻ ഡേറ്റ് ഓഫ് ജോയിൻ ചെയ്ത ടൈം ഡേറ്റ് ജോയിൻഡ് എന്ന ഫീൽഡിലേക്കും പ്രോപ്പർലി സേവ് ആയിട്ടുണ്ട്. ഇനി രജിസ്ട്രേഷൻ എന്ന സെക്ഷൻ എടുത്തേ, ഇവിടുത്തെ ID 2 ആണ് അല്ലെ? യൂസറിന്റെ ID 2 ആണ്. ഇനി രജിസ്ട്രേഷൻ എന്ന ടേബിൾ ഓപ്പൺ ചെയ്യാം. എന്താ യൂസർ എന്ന ഫീൽഡ് നമ്മൾ ക്രിയേറ്റ് ചെയ്തിരിക്കുന്നതിൽ ഓത്ത് യൂസർ ടേബിളിലെ ID സേവ് ആയിട്ടുണ്ട്, അതുപോലെ ഫോൺ നമ്പർ, ഏജ്, ബാക്കി ഫീൽഡ്സും പ്രോപ്പർലി സേവ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് ആ എറർ മെസ്സേജസ് നോക്കാം, ആക്റ്റീവ്ലി വർക്ക് ചെയ്യുന്നുണ്ടോന്ന്. ഇതേ യൂസർ നെയിമിൽ തന്നെ ഒരു യൂസർ നെയിം കൂടെ ക്രിയേറ്റ് ചെയ്തേ. ബാക്കി ഫീൽഡ്സ് റാൻഡം ആയിട്ട് കൊടുത്തോളൂ. വേറൊന്നും കൊടുക്കണമെന്നില്ല, യൂസർ നെയിം മാത്രം കറക്റ്റ് കൊടുക്കുക. യൂസർ നെയിം മാത്രം, റാൻഡം ആയിട്ട് വേറെ എന്തെങ്കിലും കൊടുക്കുക, ഫസ്റ്റ് നെയിമിൽ ലാസ്റ്റ് നെയിമിലൊക്കെ. എന്തെങ്കിലും ക്യാരക്ടേഴ്സ് കൊടുത്തോളൂ. യൂസർ നെയിം മുന്നേ കൊടുത്തത് രേഷ്മയെന്ന്. പാസ്വേഡ് വേറെ ഏതെങ്കിലും കൊടുക്കാം. രണ്ടും സെയിം ആയിരിക്കണം. പാസ്വേഡ്, കൺഫേം പാസ്വേഡ് ഫീൽഡ്സ് സെയിം കൊടുക്കുക. ഓക്കെ, ദാ യൂസർ നെയിം ഓൾറെഡി എക്സിസ്റ്റ് ചെയ്യുന്ന മെസ്സേജ് ഡിസ്പ്ലേ ആയിട്ടുണ്ട്. ദെൻ നെക്സ്റ്റ്, ആ ഒരു പാസ്വേഡ് ഫീൽഡിൽ നമ്മൾ കൊടുത്ത വാലിഡേഷൻ കൂടി ചെക്ക് ചെയ്യാം. ബാക്കിയെല്ലാം ഫില്ല് ചെയ്യാം. മറ്റൊരു യൂസർ നെയിം കൊടുത്തോളൂ.
പാസ്വേഡ് കൺഫേം പാസ്വേഡ് ഫീൽഡ്സ് ഡിഫറെൻ്റ് അല്ലേ കൊടുത്തത്? ഓക്കെ. യെസ്, പാസ്വേഡ് ഡു നോട്ട് മാച്ച്. ആ വാലിഡേഷൻ നമുക്ക് അപ്ലൈ ആയിട്ടുണ്ട്. പ്രോപ്പർലി യൂസർ ക്രിയേറ്റ് ആയി കൊടുത്തിരിക്കുന്ന 2 വാലിഡേഷൻസ് അപ്ലൈ ആയിട്ടുണ്ട്. ക്ലിയർ അല്ലേ? Yes, ma'am. ഇനി നെക്സ്റ്റ് നമുക്ക് ലോഗിൻ സെക്ഷൻ പ്രൊവൈഡ് ചെയ്യാം. അതായത് ഈ അഡ്മിനെയും നമുക്ക് ലോഗിൻ ചെയ്യണം, അതുപോലെ സൈൻ അപ്പ് ചെയ്ത് കയറിയ യൂസേഴ്സിനെയും ലോഗിൻ ചെയ്യണം. ഓക്കെ, സോ അതിന് അഡ്മിൻ ലോഗിൻ ചെയ്ത് റീഡയറക്റ്റ് ചെയ്ത് പോകാൻ അഡ്മിൻ ഒരു ഹോം പേജും യൂസറിന് റീഡയറക്റ്റ് ചെയ്ത് പോകാൻ യൂസർ ഹോം എന്നൊരു പേജും, 2 HTML പേജസ് ക്രിയേറ്റ് ചെയ്യാം. അഡ്മിൻ ഹോം ആൻഡ് യൂസർ ഹോം. ബോഡിക്കുള്ളിൽ ജസ്റ്റ് ഒരു ഹെഡിങ് കൊടുക്കുക. യൂസറിന്റെ ആണെങ്കിൽ യൂസർ ഡാഷ്ബോർഡ് എന്ന് കൊടുക്കുക. അഡ്മിൻ സൈഡ് അഡ്മിൻ ഡാഷ്ബോർഡ് എന്ന് കൊടുത്തോളൂ. പിന്നീട് പ്രോപ്പറായിട്ട് ഇതിലേക്ക് കണ്ടന്റ്സ് ആഡ് ചെയ്ത് കൊടുത്താൽ മതി. ഓക്കെ, നെക്സ്റ്റ് ഒരു ലോഗിൻ പേജ് ക്രിയേറ്റ് ചെയ്യാം. ഫോം ഷെയർ ചെയ്തിട്ടുണ്ട്.
ആക്ഷനിലെ ലിങ്ക് എല്ലാം റിമൂവ് ചെയ്തോളൂ. താഴേക്ക് സ്ക്രോൾ ചെയ്ത് അവിടെ സൈൻ അപ്പ് പേജിന്റെ ആക്കിക്കോളൂ. സൈൻ അപ്പ് എന്ന് കൊടുക്കുക. URLസും വ്യൂസും ക്രിയേറ്റ് ചെയ്യാം. റീനെയിം ചെയ്ത് കൊടുത്തേ. ലോഗിൻ പേജ് എന്നാക്കുക. ഓക്കെ, ഔട്ട്പുട്ട് ഒന്ന് ലോഡ് ചെയ്തിട്ടെ. ഈ രജിസ്ട്രേഷൻ പേജിൽ താഴെ സൈൻ ലോഗിൻ സെക്ഷനിലേക്ക് ഒരു ലിങ്ക് പിന്നീട് ആഡ് ചെയ്ത് കൊടുക്കുക. ഇപ്പോൾ തൽക്കാലം പോർട്ട് നമ്പറിൽ സ്ലാഷ് ഇട്ട് ലോഗിൻ പേജ് കൊടുക്കുക. ഔട്ട്പുട്ടിൽ തന്നെ ഔട്ട്പുട്ട് എടുത്ത് പോർട്ട് നമ്പറിൽ സ്ലാഷ് ഇട്ട് ലിങ്കിൽ സ്ലാഷ് നോർമൽ സ്ലാഷ് കൊടുക്കുക. ലോഗിൻ പേജ് ഇപ്പം നമ്മളവിടെ പ്രൊവൈഡ് ചെയ്ത അതെ ലിങ്ക് ലോഗിൻ അണ്ടർസ്കോർ പേജ്. ഓക്കെ, ബാക്ക് ടു കോഡ് എടുത്തോളൂ. ഇനി ലോഗിൻ പേജിൽ രണ്ട് ഫീൽഡ്സ് ആണ് പാസ് ചെയ്തിരിക്കുന്നത് അല്ല, യൂസർ നെയിമും പാസ്വേഡ്, ദെൻ ലോഗിൻ ബട്ടൺ. ഇനി ഫോം ആക്ഷനിൽ ലിങ്ക് കൊടുക്കുക. ലോഗിൻ ഫംഗ്ഷൻ എന്നോ സംതിങ് കൊടുക്കാം. ഓക്കെ, FUN എന്ന് ഷോർട്ട് ആക്കി കൊടുത്തോളൂ. ഓക്കെ, URLs ക്രിയേറ്റ് ചെയ്യാം. വ്യൂസ് ഷെയർ ചെയ്തിട്ടുണ്ട്. ലോഗിൻ ഫംഗ്ഷൻ, ഈ ഒരു ഫംഗ്ഷനിലേക്ക് നമ്മൾ ഫസ്റ്റ് ഓഫ് ഓൾ യൂസർ നെയിം പോസ്റ്റ് മെത്തേഡ് യൂസ് ചെയ്ത് യൂസർ നെയിമും പാസ്വേഡും ഓരോ വേരിയബിൾസിലേക്ക് ലോഡ് ചെയ്തിട്ടു. ഇനി നമുക്ക് ചെയ്യേണ്ടത് ഈ ലോഗിൻ ഫംഗ്ഷനിൽ ഈ ഒരു യൂസർ നെയിം നമുക്ക് ഫോമിൽ ഫില്ല് ചെയ്തിരിക്കുന്ന ആ ഒരു യൂസർ നെയിമിലും പാസ്വേഡിലും മാച്ചിങ് ആയിട്ടുള്ള ഒരു യൂസർ ഓത്ത് യൂസർ എന്ന ടേബിളിൽ എക്സിസ്റ്റ് ചെയ്യുന്നുണ്ടോ എന്ന് ചെക്ക് ചെയ്യണം. അതിന് ഒതന്റിക്കേറ്റ് ചെയ്യണം.
ഈ ഓത്ത് എന്ന മൊഡ്യൂള് ഇമ്പോർട്ട് ചെയ്ത് കൊടുക്കാം. യൂസറിന് ശേഷം കോമയിട്ട് സെക്കൻഡ് ലൈനിൽ തന്നെ ആ മൊഡ്യൂളിൽ നിന്ന് തന്നെയാണ് കൊടുക്കുന്നത്. ഓത്ത് എന്നുകൂടെ കൊടുത്തോളൂ. ഓക്കെ, ഫംഗ്ഷനിലേക്ക് വരാം. യൂസർ ഈക്വൽ ടു ഓത്ത് ഡോട്ട് ഒതന്റിക്കേറ്റ്. ആ ഓത്ത് ടേബിളിൽ നിന്ന് ഒതന്റിക്കേറ്റ് ചെയ്ത് യൂസർ നെയിം പാസ്വേഡ് ബ്രാക്കറ്റ്സിൽ പാസ് ചെയ്ത് കൊടുത്തു. ദെൻ അതിനുശേഷം ഈ ഒതന്റിക്കേറ്റ് ചെയ്ത യൂസർ എന്ന വേരിയബിൾ അല്ലേ 50 ഫസ്റ്റ് ലൈനിൽ നമ്മൾ ലോഡ് ചെയ്ത് കൊടുത്തിരിക്കുന്ന ആ യൂസർ എന്ന വേരിയബിളിൽ ഒതന്റിക്കേറ്റ് ചെയ്തപ്പോൾ പ്രോപ്പർ ആയിട്ടൊരു വാല്യൂ കിട്ടിയിട്ടുണ്ടെങ്കിൽ, അതായത് യൂസർ എന്ന ഫീൽഡിൽ വാല്യൂ നൺ ആണ്, നൺ അല്ല എന്നുണ്ടെങ്കിൽ, അതാണ് ലൈൻ നമ്പർ 52 നമ്മൾ കൊടുത്തിരിക്കുന്ന കണ്ടീഷൻ. ഇഫ് യൂസർ ഈസ് നോട്ട് നൺ, അങ്ങനെ ഒരു യൂസറിനെ നമുക്ക് വാലിഡേറ്റ് ചെയ്തപ്പോൾ കിട്ടിയിട്ടുണ്ട്. അങ്ങനെ ആണെങ്കിൽ നമുക്ക് ഇനി ചെക്ക് ചെയ്യേണ്ടത് എന്താണ്? നമുക്ക് രണ്ട് ടൈപ്പ് യൂസേഴ്സ് ആണുള്ളത്. ഒന്ന് അഡ്മിനും ദെൻ സൈൻ അപ്പ് ചെയ്ത് കയറിയ നോർമൽ യൂസറും. ഇനി നമുക്ക് ചെക്ക് ചെയ്യേണ്ടത് ഈ കിട്ടിയിരിക്കുന്ന യൂസർ, ഒരു വാല്യൂ കിട്ടിയിട്ടുണ്ട്, ആ ആള് അഡ്മിൻ ആണോ നോർമൽ യൂസർ ആണോ എന്ന്. അഡ്മിൻ ആണെങ്കിൽ നമ്മൾ ആ ഒരു ഫോം ഫീൽഡ് ചെക്ക് ചെയ്ത് ഓർക്കുന്നില്ലേ, ഈ സൂപ്പർ യൂസർ ആൻഡ് ഈ സ്റ്റാഫ്. ആ ഫീൽഡിൽ 1 വന്നാൽ എന്താണ്? ആ ഫീൽഡ് അഡ്മിൻ ആണ്, ആ ഒരു യൂസർ. സോ ആ ഫീൽഡ് വെച്ചാണ് നമ്മൾ ഇവിടെ വാലിഡേറ്റ് ചെയ്യുന്നത്. ഇഫ് യൂസർ ഡോട്ട് ഈസ് സ്റ്റാഫ്, ഈസ് അണ്ടർസ്കോർ സ്റ്റാഫ് എന്ന് പറയുന്നത് ഓത്ത് യൂസർ എന്ന ടേബിളിലെ കോളം നെയിം ആണ്. യൂസർ സ്റ്റാഫ് ആണെങ്കിൽ ലോഗിൻ ചെയ്ത് ലോഗിൻ ഫംഗ്ഷൻ ബ്രാക്കറ്റ്സിൽ റിക്വസ്റ്റ് കോമ യൂസർ, ആ യൂസറിനെ പ്രൊവൈഡ് ചെയ്ത് കൊടുത്തു. ഇനി അഡ്മിൻ ആണെങ്കിൽ റിട്ടേൺ റീഡയറക്ട് ചെയ്ത് അഡ്മിൻ മൊഡ്യൂളിലേക്ക്, അഡ്മിൻ ഹോം എന്നാക്കിക്കേ അവിടെ. അതുപോലെ ലോഗിൻ ഫംഗ്ഷനും ഇമ്പോർട്ട് ചെയ്ത് കൊടുക്കുക. ഫ്രം django.contrib .auth import login. ഓക്കെ, ദെൻ അതിന്റെ എൽസ് പാർട്ട് നോക്കിക്കേ. ഇഫ് യൂസർ ഈ സ്റ്റാഫ് ആണെങ്കിൽ ലോഗിൻ ചെയ്ത് അഡ്മിൻ ഹോം പേജിലേക്കും, എൽസ് പാർട്ടിൽ സ്റ്റാഫ് അല്ല എന്നുണ്ടെങ്കിൽ നോർമൽ യൂസർ ആണ്. സോ അവിടെ നമ്മൾ ലോഗിൻ ചെയ്ത് അവിടെ ഓത്ത് ഡോട്ട് ലോഗിൻ എന്ന ഫംഗ്ഷൻ ആണ് കൊടുത്തിരിക്കുന്നത്. ഓത്ത് ഡോട്ട് ലോഗിൻ റിക്വസ്റ്റ് കോമ യൂസർ റിട്ടേൺ ചെയ്ത് യൂസർ ഹോമിലേക്കും പോകുന്നു. 58 ആണ് ഇപ്പൊ പറഞ്ഞത്, ആ ഒരു എൽസ് പാർട്ട് എൽസിൽ. ദെൻ ഇനി നോക്കിക്കേ, ഫസ്റ്റ് ഇഫ് ഏതായിരുന്നു? യൂസർ ഈസ് നോട്ട് നൺ. ഒരു വാല്യൂ കിട്ടിയിട്ടുണ്ടെങ്കിലാണ് ഇത്രയും ഫങ്ഷൻസ് നമ്മൾ പെർഫോം ചെയ്തത്. സ്റ്റാഫ് ആണോ യൂസർ ആണോ ചെക്ക് ചെയ്ത് അവരുടേതായിട്ടുള്ള പേജസിലേക്ക് റീഡയറക്ട് ചെയ്തു. ഇനി അതിന്റെ എൽസ് പാർട്ട് നോക്കിക്കേ, നമുക്ക് ഒതന്റിക്കേറ്റ് ചെയ്തപ്പോൾ അവിടെ വാല്യൂ 0 ആണ്, അവിടെ ഒരു വാല്യൂ കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ എൽസ് പാർട്ട് ആയിരിക്കും വർക്ക് ചെയ്യുന്നത്. ഇൻവാലിഡ് യൂസർ നെയിം ഓർ പാസ്വേഡ്, യൂസർ നെയിമും പാസ്വേഡും മാച്ച് ചെയ്യുന്ന ഒരു യൂസർ ഡാറ്റാബേസിൽ എക്സിസ്റ്റ് ചെയ്യുന്നില്ല. സോ അതുകൊണ്ട് അതുപോലൊരു മെസ്സേജ് നമുക്ക് ഡിസ്പ്ലേ ചെയ്യിച്ചു, റീഡയറക്ട് ചെയ്ത് ലോഗിൻ പേജിലേക്കും. ഇനി ഈ സെക്ഷൻസ് ഒന്നും അല്ല എന്നുണ്ടെങ്കിൽ റിട്ടേൺ റെൻഡറിൽ ജസ്റ്റ് സൈൻ അപ്പ് പേജ് നമ്മൾ പ്രൊവൈഡ് ചെയ്ത് കൊടുത്തു. ഈ ഒരു ഫംഗ്ഷൻ ക്ലിയർ ആണോ? എല്ലാവരും റെസ്പോണ്ട് ചെയ്യാം. ഓക്കെ,
ഇനി നമുക്കൊന്ന് ലോഗിൻ ചെയ്ത് നോക്കാം. അഡ്മിൻ സൈഡ് ഒന്ന് ലോഗിൻ ചെയ്തേ. ഇൻവാലിഡ് യൂസർ നെയിം ഓർ പാസ്വേഡ്. യൂസർ നെയിം കറക്റ്റ് ആണോ കൊടുത്തിരിക്കുന്നത്? നമ്മൾ ക്രിയേറ്റ് ചെയ്ത അഡ്മിൻ്റെ യൂസർ നെയിമും പാസ്വേഡും കൊടുക്കാം. ഇത് അഡ്മിൻ സൈഡ് അല്ലല്ലോ ഇപ്പോൾ ലോഗിൻ ചെയ്യുന്നത്, യൂസർ സൈഡ് അല്ലേ? ഓക്കെ, രേഷ്മയ്ക്ക് ക്രിയേറ്റ് ചെയ്ത പാസ്വേഡ് കൊടുക്കുക. യൂസർ ഡാഷ്ബോർഡിലേക്ക് റീഡയറക്റ്റ് ആയിട്ടുണ്ട്. ഇനി ബാക്ക് അടിച്ച് ഒന്ന് റീഫ്രഷ് ചെയ്യാം. ലോഗ് ഔട്ട് ഫംഗ്ഷൻ നമുക്ക് പിന്നീട് കൊടുക്കാം. ഇനി അഡ്മിൻ സൈഡ് ലോഗിൻ ചെയ്തേ. അഡ്മിൻ എന്നല്ലേ യൂസർ നെയിം കൊടുത്തത്? സൂപ്പർ യൂസർ ക്രിയേറ്റ് ചെയ്തപ്പോൾ പാസ്വേഡ് കൊടുത്തിരിക്കുന്നത് admin 123 എന്നല്ലേ? ലോഗിൻ ചെയ്യാം. റീഡയറക്റ്റ് ചെയ്ത് അഡ്മിൻ ഡാഷ്ബോർഡിലേക്ക് മൂവ് ആയിട്ടുണ്ട്. ഞാൻ ലോഗ് ഔട്ടിന്റെ വ്യൂസ് ഷെയർ ചെയ്തിട്ടുണ്ട്. ഇപ്പൊ ഈ യൂസർ സെക്ഷനിലേക്ക്, യൂസറിന്റെ ഡാഷ്ബോർഡിലേക്ക് പ്രോപ്പർലി കണ്ടന്റ്സ് ഒക്കെ പാസ് ചെയ്ത് ഒരു ബട്ടൺ പാസ് ചെയ്തിട്ട് ആ ലോഗ് ഔട്ട് ഫംഗ്ഷന് പാസ് ചെയ്ത് കൊടുക്കുക ഒരു ബട്ടണിലേക്ക്. വാട്സപ്പ് ഒന്ന് ഓപ്പൺ ചെയ്തേ. ലോഗ് ഔട്ട് ഫംഗ്ഷൻ ഡെഫ് ലോഗ് ഔട്ട് ഓത്ത് ഡോട്ട് ലോഗ് ഔട്ട് എന്ന ഇൻബിൽറ്റ് ഫംഗ്ഷൻ ആണ് നമ്മൾ പാസ് ചെയ്തിരിക്കുന്നത്. അത് പിന്നീട് നിങ്ങൾ ആഡ് ചെയ്ത് കൊടുക്കുക. ഈ ഒരു പ്രൊജക്റ്റിൽ നമ്മൾ സൂപ്പർ യൂസറിനെ ക്രിയേറ്റ് ചെയ്തു, ടേബിൾസിൽ തമ്മിൽ കണക്ട് ചെയ്ത് വാല്യൂസ് മൾട്ടിപ്പിൾ ടേബിൾസ് ക്രിയേറ്റ് ചെയ്തു, അതുപോലെ തന്നെ മൾട്ടി യൂസർ ലോഗിൻ സെക്ഷനും കംപ്ലീറ്റ് ചെയ്തു. ഓക്കെ, ടോട്ടൽ സെക്ഷൻ എല്ലാവർക്കും ക്ലിയർ അല്ലേ? ഇതിനെ പ്രോപ്പർലി സ്റ്റൈൽ ചെയ്ത് സെക്ഷൻസ് എല്ലാം റെക്കോർഡ് ചെയ്ത് എനിക്ക് സെൻഡ് ചെയ്യാം. നാളെ ക്ലാസ് ഉണ്ടാവില്ല, ഞാൻ ലീവാണ്. നെക്സ്റ്റ് ഡേയിലേക്കുള്ള അവിടത്തേക്ക് ചെയ്യേണ്ട ഒരു ടാസ്ക് തരാം. സ്റ്റുഡൻറ് പോർട്ടൽ എന്നൊരു പ്രൊജക്റ്റ് ക്രിയേറ്റ് ചെയ്യാം. ഈ ഒരു പ്രൊജക്റ്റിൽ നമ്മൾ മൾട്ടിപ്പിൾ ടേബിൾസ് യൂസ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ഈ ഡ്രോപ്പ് ഡൗൺസ് ഒക്കെ മോഡൽസിൽ നിന്ന്, ഇപ്പോൾ സ്റ്റുഡൻറ്റിൻ്റെ ടേബിൾ, കോഴ്സ് ആൻഡ് സ്റ്റുഡൻറ്റ്, രണ്ട് സെക്ഷൻസ് ടേബിൾസ് ആണ് നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്നത്. സ്റ്റുഡൻറ്റിലേക്ക് കോഴ്സിൻ്റെ ഡ്രോപ്പ് ഡൗൺ ആണ് നമ്മൾ മറ്റൊരു ടേബിൾ ആണ് ആഡ് ചെയ്ത് കൊടുക്കുക ഡ്രോപ്പ് ഡൗൺ ആയിട്ട്. ഞാൻ ആ മോഡൽസ് ഇപ്പോൾ ഒന്ന് ഷെയർ ചെയ്യാം.
ഷെയർ ചെയ്തിട്ടുണ്ട്. ഓക്കെ, 2 മോഡൽസ് ആണ്. ക്ലാസ്, കോഴ്സ്. കോഴ്സിൽ വരുന്നത് കോഴ്സ് നെയിമും ഫീസ്, ഈ 2 ഫീൽഡ്സ് ആണ്. ദെൻ അടുത്ത സെക്ഷനാണ് ക്ലാസ്, സ്റ്റുഡൻറ്. സ്റ്റുഡൻറ്റിൻ്റെ സെക്ഷനിൽ വരുന്നത് നോക്കിയേ, കോഴ്സ് ഫോറിൻ കീ ഫീൽഡ് ആണ്. ആ കോഴ്സ് എന്ന ടേബിളിൽ നിന്നാണ് നമ്മൾ ആ ഒരു ഫീൽഡ് ലോഡ് ചെയ്ത് കൊടുക്കുന്നത്. ബാക്കി സ്റ്റുഡൻറ്റിൽ വരുന്ന എന്തൊക്കെയാ? സ്റ്റുഡൻറ് നെയിം, അഡ്രസ്, ഏജ് ആൻഡ് ജോയിനിങ് ഡേറ്റ്. ഓക്കെ, ദെൻ ഈ ഒരു പ്രൊജക്റ്റിൽ നിങ്ങൾ കംപ്ലീറ്റ് ചെയ്യേണ്ട സെക്ഷൻസ് എന്ന് പറയുന്നത്, കോഴ്സിനൊരു ഒരു ഫോം ക്രിയേറ്റ് ചെയ്യുക, കോഴ്സ് ആഡ് ചെയ്യുക, ആ സെക്ഷൻസ് എല്ലാം കംപ്ലീറ്റ് ചെയ്യുക. ക്ലിയർ ആണോ? പ്രോപ്പർലി നാവ്ബാർ എല്ലാം പാസ് ചെയ്തോളൂ. ആഡ് കോഴ്സ്, ആഡ് സ്റ്റുഡൻറ്റ്, അതുപോലെ സ്റ്റുഡൻസിനെ ലിസ്റ്റ് ചെയ്യിക്കുന്ന പേജ്, അതെല്ലാം കൊടുക്കുക ഈ ഒരു പ്രൊജക്റ്റിൽ. നമ്മൾ ക്രൂഡ് ഓപ്പറേഷൻസിൽ ചെയ്ത പോലെ തന്നെ. ആഡ് കോഴ്സ് എന്ന പേജിലേക്ക് ഈ കോഴ്സിനെ ആഡ് ചെയ്യുന്ന ഫീൽഡ്സ് എല്ലാം കൊടുക്കുക. കോഴ്സ് നെയിമും ഫീസും ആണ്. ദെൻ ഡാറ്റാബേസിലേക്ക് സേവ് ചെയ്യുന്ന ഫങ്ഷൻസും കൊടുക്കുക. അതിനുശേഷം സ്റ്റുഡൻറ് എന്ന ഫോമിൽ, അടുത്ത ഫോമിൽ ഈ കോഴ്സിന്റെ ഡ്രോപ്പ് ഡൗൺ ജസ്റ്റ് അവിടെ കമന്റ് ചെയ്തിട്ടിട്ട് ബാക്കി സെക്ഷൻസ് നിങ്ങൾ കംപ്ലീറ്റ് ചെയ്തോളൂ. നമ്മൾ ഡാറ്റാബേസിൽ നിന്ന് ലോഡ് ചെയ്ത് കൊടുക്കുന്ന ഫംഗ്ഷൻ ആയതുകൊണ്ട് നമുക്കത് ക്ലാസ്സിൽ ചെയ്യാം. സ്റ്റുഡൻറ്റിന്റെ സെക്ഷനിൽ ചെയ്യേണ്ടത് ബാക്കിയുള്ള ഫീൽഡ്സ് ഇല്ലേ, സ്റ്റുഡൻറ് നെയിം, അഡ്രസ്, ഏജ്, ജോയിനിങ് ഡേറ്റ്, അതെല്ലാം വെച്ചിട്ട് ഡാറ്റാബേസിലേക്ക് സേവ് ചെയ്യാം. പിന്നെ ക്രൂഡ് ഓപ്പറേഷൻസിൽ നമ്മൾ ചെയ്ത പോലെ തന്നെ എഡിറ്റും ഡിലീറ്റും സെക്ഷൻസ് എല്ലാം ഡ്രോപ്പ് ഡൗണിന്റെ ഒഴിച്ച് ബാക്കി ഫീൽഡ്സിന്റെ കംപ്ലീറ്റ് ചെയ്ത് വെക്കുക, സ്റ്റേബിൾ ആയിട്ട് ലിസ്റ്റ് ചെയ്യിച്ചിട്ടല്ല. ക്ലിയർ അല്ലേ? എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? അപ്പൊ ഇത്രയും സെക്ഷൻസ് നെക്സ്റ്റ് ഡേയിലേക്ക് കംപ്ലീറ്റ് ചെയ്തിട്ട് വരിക, മൺഡേയിലെ ക്ലാസ്സിലേക്ക്. Okay, ma'am. ദെൻ ലീവ് ആയിക്കോളൂ.